കാസർഗോഡ് കൊളത്തൂരിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കൊളത്തൂരിലെ ജനാർദ്ദനന്റെ പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. സിജു കണ്ണൻ ചേരുന്നു. സിജു, എപ്പോഴായിരുന്നു പുലി കുടുങ്ങിയത്? വലിയ ശല്യക്കാരനായിരുന്നോ ഈ പുലി? ഷമി, കൊളത്തൂരിലെ ജനാർദ്ദൻ്റെ വീട്ടുപറമ്പിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് ഈ കൂട്ടിനകത്ത് പുലി കുടുങ്ങിയ വിവരം നാട്ടുകാർ അറിയുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരും വീട്ടുകാരും ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ പുലിയെ അവിടെ നിന്ന് പിടികൂടി പള്ളത്തിങ്കാൽ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. ചെറിയ മുറിവ് അതിനെ പറ്റിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കൂട്ടിനകത്താണ് പുലി ഉള്ളത്. കോഴിക്കോട് നിന്ന് വെറ്ററിനറി ഡോക്ടർ, വനംവകുപ്പിൻ്റെ ഡോക്ടർ എത്തി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഇപ്പോൾ DFO അറിയിച്ചിരിക്കുന്നത്. പരിക്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കോഴിക്കോട് നിന്ന് ഡോക്ടർ എത്തി പരിശോധിച്ചതിന് ശേഷം ഇതിനെ മറ്റ് വനത്തിനകത്തേക്ക്, ഉൾവനത്തിനകത്തേക്ക് വിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആൺപുലിയാണ്, 5 വയസ്സ് പ്രായമുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സംഭവം അറിഞ്ഞുകൊണ്ട് പ്രദേശത്ത് നാട്ടുകാർ വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രദേശത്ത് വലിയ തോതിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് തൊട്ടടുത്തായി ഫെബ്രുവരി 23 വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ആ പുലി കുടുങ്ങിയിരുന്നു. അന്ന് ആ പുലിയെ പിടികൂടി വെള്ളൂരിലെ ഉൾവനത്തിനകത്താണ് വിട്ടത്. പക്ഷേ അന്ന് ആ പ്രദേശത്ത് പുലിയെ വിട്ടു എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നം നാട്ടുകാർ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തി മാത്രമേ വനംവകുപ്പ് പുലിയെ ഏതെങ്കിലും ഉൾവനത്തിലേക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ആ തീരുമാനമെടുക്കൂ. പ്രദേശത്ത് വലിയ തോതിൽ ആ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതിപ്പെട്ടിരുന്നു. ഇതേ സ്ഥലത്തിനടുത്ത്, കൊളത്തൂരിനടുത്ത് ഫെബ്രുവരി 5 കൃഷ്ണൻ എന്നയാളുടെ ഒരു വീട്ടുപറമ്പിലെ ഒരു സ്വാഭാവികമായ പ്രകൃതിദത്ത തുരങ്കത്തിനകത്ത് പുലി കുടുങ്ങിയിരുന്നു. അന്ന് പുലിയെ പിടികൂടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ, ഡോക്ടർമാർക്ക് നേരെയും, മയക്കുപിടി വെക്കുന്ന ഡോക്ടർമാർക്ക് നേരെയും പുലി ചാടി അന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഫെബ്രുവരി 23 ആ പുലിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസത്തിനകത്ത് ഇരിയണ്ണി ഭാഗത്തും പുലിയുടെ സാന്നിധ്യമുള്ളതായി പറയുന്നു. ഇന്നിപ്പോൾ ആ പുലിയെ പിടികൂടിയ സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്ത്, കരിച്ചേരി പുഴയുടെ എതിർവശത്താണ് ഇരിയണ്ണി ഭാഗം. ആ സ്ഥലത്ത് പാണ്ടിക്കണ്ടത്ത് വനംവകുപ്പ് പാലപ്പൂവൻ ആമയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ക്യാമറക്കകത്തും കഴിഞ്ഞ ദിവസം ഈ പുലിയുടെ ചിത്രം പറഞ്ഞിരുന്നു. പ്രദേശത്ത് വലിയ തോതിൽ പുലി സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർ വലിയ പരാതിയാണ് ഉന്നയിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യത്തിനാകെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. കർഷകർക്ക് കൃഷിത്തോട്ടത്തിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയ തോതിലുള്ള പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇരിയണ്ണി ഭാഗത്ത് വളർത്ത് മൃഗമായി നായയെ, അതിൻ്റെ കഴുത്ത് മാത്രമാണ് അവശേഷിച്ചത്. മറ്റെല്ലാ ഭാഗവും പുലി കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ആട് ഉൾപ്പെടെയുള്ള ജീവികളെ, പശു, അങ്ങനെ എല്ലാത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ പുലിയുടെ സാന്നിധ്യം പ്രദേശത്ത് വലിയ തോതിലുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് പുലിയെ പിടികൂടി എന്നറിഞ്ഞ് വലിയ തോതിൽ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ പള്ളത്തിങ്കാൽ വനംവകുപ്പ് ഓഫീസിൻ്റെ അകത്ത് പ്രത്യേകം സ്ഥലത്ത് ഇതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് വെറ്ററിനറി ഡോക്ടർ എത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് DFO അഷറഫ് അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് കൂട്ടിൽ പുലി വീണു. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.